വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് എന്ന ഭാഗം പഠിപ്പിക്കുന്നത്. ആ വചനത്തിൻ്റെ അവതീർണ പശ്ചാത്തലം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ജൂതരിൽ നിന്നുള്ള ചില പുരോഹിതന്മാരെ സഹാബികളിൽ ചിലർ ചെന്ന് കണ്ട് അവർക്കറിവുള്ള വിവരങ്ങൾ തിരക്കിയപ്പോൾ അതവർ പൂഴ്ത്തുകയും മൂടുകയും ചെയ്ത വിഷയത്തിലാണ് ആയത്തിൻ്റെ അവതീർണത. പക്ഷേ അപ്പറയപ്പെട്ട ജൂതർക്ക് മാത്രം ബാധകമായ ഒരു വിധിയോ വിഷയമോ അല്ല ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത്. നിദാനശാസ്ത്രത്തിൽ ഒരു തത്വമുണ്ട്. അൽ ഇബ്റതു ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ്. ഒരു പ്രത്യേക കാരണത്താലാണ് ഒരു വചനം ഇറങ്ങിയത് എങ്കിൽ ആ കാരണത്തിന് മാത്രം ബാധകമല്ല വിധി. പ്രത്യുത ഈ വചനം അതിൻ്റെ വിധിയും വിഷയവും പൊതുവിലാണ്. ഇതാണ് ഇമാം അബൂ ഹയ്യാൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത്. വൽ അബ്ഹറു ഉമൂമുൽ ആയ ഫിൽ കാതിമീൻ വഫിൻ നാസ് വഫിൽ കിതാബ് വഇൻ നസലത് അലാ സബബിൻ ഖാസ്. ആയത്ത് പ്രത്യേക ഒരു കാരണത്താൽ ഇറങ്ങിയതാണെങ്കിലും ആയത്തിൻ്റെ വിധി പൊതുവിലാണ് എന്നതാണ് വ്യക്തമാകുന്നത്. പൂഴ്ത്തിവെക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ ആയത്ത് ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് വ്യക്തമാക്കി എന്ന് പറഞ്ഞില്ലേ, അവിടെ ജനങ്ങളും പൊതുവിലാണ്. കിതാബിൽ വ്യക്തമാക്കി എന്ന് പറഞ്ഞു, ഉദ്ദേശം എല്ലാ കിതാബുകളുമാണ്. ജൂതരുടെയും തൗറാത്തിൻ്റെയും മാത്രം ഒരു വിഷയമല്ല ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ഫഹിയ തതനാവലു കുല്ലമൻ കതബ ഇൽമൻ മിൻ ദീനില്ലാഹ് യുഹ്താജു ഇലാ ബസ്സിഹി വനശ്രിഹി. അള്ളാഹുവിൻ്റെ ദീനിലുള്ള ഒരറിവ് അത് പ്രചരിപ്പിക്കേണ്ടത്, അത് പകർത്തേണ്ടത് ആവശ്യമാണ്. എന്നിരിക്കെ അതിനെ വല്ലവരും മൂടിവെച്ചാൽ അവരെ എല്ലാവരെയും ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം സഹാബികൾ അങ്ങനെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ചരിത്രം നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതാണ് ഇനി ഈ ബാക്കി സമയം കേൾപ്പിക്കുന്നത്. അപ്പോൾ വേദക്കാരിലെ ജൂത പുരോഹിതർ അവരുടെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങിയതെങ്കിലും അവർക്ക് മാത്രം ബാധകമോ അവരിൽ മാത്രം പരിമിതപ്പെടുന്നതോ ആയ വിധിയല്ല ഈ ആയത്തിൻ്റേത്. പ്രത്യുത പഠിച്ച പാഠങ്ങൾ, അഭ്യസിച്ച വിജ്ഞാനങ്ങൾ അത് പറയേണ്ട പകർത്തേണ്ട സന്ദർഭത്തിൽ പറയാതെ പകർത്താതെ മൂടിവെക്കുന്നവരെല്ലാം ഈ ആയത്തിൻ്റെ വിധിയിൽ പെടുന്നു എന്നുള്ളതാണ്.